ചെയ്യണല്ലേ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അത് വിറ്റായിരുന്നു. ഞാൻ അത് കണ്ട് നമ്മള് ചിരിച്ചു പോയി. നമ്മളുടേതായ പുതുമ കൊണ്ടുവരാനല്ലേ നമ്മൾ നോക്കണ്ടേ, എല്ലാതും ഒരേ കാര്യം അത് ചെയ്ത. ശരിയാണ്, അത് ശരിയാണ്. സംഭവം അല്ല, അത് ഞാൻ പറഞ്ഞാണ്. അത് ഞാൻ കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഒരു ഇതായിരുന്നു. ആ വീഡിയോ അവിടെ കണ്ടോ? ആ എന്റെ വീഡിയോ എങ്ങനെയുണ്ട്? ആ കണ്ടു, അടിപൊളി. അതില് ഈ പറഞ്ഞ ഓടുന്ന സാധനം ഉണ്ടല്ലോ, ചിരിച്ചിട്ട് അതിന്റെ ഫേസ് എക്സ്പ്രഷൻ ഇല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഞാനാ കാണിക്കണേൽ എന്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ട ശരിക്കും ഒരാള് ഞെട്ടിയിട്ടുള്ള അവന്റെ മാനസികാവസ്ഥ കാണിക്കണില്ലേ അതില്? ഇല്ലേ? അത് ശരിയാണ്. അങ്ങനെയും ഓക്കെ, അങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിക്ക് ചെയ്യാം. മറ്റത് എല്ലാരും അങ്ങനെ തന്നെ ചെയ്ത വീഡിയോന്റെ സെയിം സാധനം സംഭവമാണ്. ചെയ്യുമ്പോ അത് ബോറാണ്. ഇല്ലേ, ഞാൻ സെയിം സാധനം ചെയ്യുമല്ലോ, നമ്മളേതായ ഒരു പുതുമ. ഈ പറഞ്ഞേക്ക് മനസ്സിലായി, ഞാൻ ആരുടെയോ ഫോണിൽ കണ്ടിട്ടുണ്ട്. എന്റെ ഫോണിലല്ല. ഇങ്ങനെ ഇങ്ങനെ വാതിൽ തുറന്നപ്പോ വാതിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ആളിരിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഇതാണെങ്കിൽ ഉടൻ തന്നെ വിഷ്ണുവിന് മനസ്സിലായി എന്നുള്ള രീതിക്ക് സംഭവം അത് അങ്ങനെ ഒരു എന്തായി എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. അപ്പൊ പെട്ടെന്ന് പേടിച്ചിട്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്. ഓക്കെ, അതങ്ങനെ. അങ്ങനെയല്ല, മനസ്സിലായെങ്കിൽ പോലും അഭിനയിക്കുവാണ് അതിൽ തന്നെ. ഒന്നും അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണ്. അപ്പോഴും അതേ ആ കോമഡി മൂഡിൽ തന്നെ ഇങ്ങനെ എണീറ്റങ്ങ് ഓടുവാണ്. പക്ഷെ പുറത്ത് കാണിക്കാതെ, ആ ഭയം പുറത്ത് കാണിക്കാതെ ഓടുന്നതാണ് സംഭവം. പക്ഷെ വിഷ്ണു ചെയ്ത് അങ്ങനെയല്ല. വിഷ്ണു ഉടൻ തന്നെ അത് റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ച്. അത് പേടിച്ച് ഞെട്ടില്ലേ പേടി. നമ്മളെന്താ വെച്ചാ ഒരു സാധാരണക്കാരൻ, ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന മനുഷ്യൻ, അയാളിങ്ങനെ കാണുന്നു. അല്ല പിന്നെ അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ യഥാർത്ഥം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ആളിന് അറ്റാക്ക് വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ചിന്തിക്കണവർക്കല്ലേ ഈ വിഷയമില്ല. ഇതൊക്കെ അഭിനയം വരുമ്പോ നമ്മൾ ആ ലെവലിൽ കണ്ട് ചെയ്യണ്, അല്ലാണ്ട് വേറെന്ത് എന്നൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞില്ലേ വിജയോട്, നമ്മൾ ചെയ്ത കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കാതെ പോയില്ല. എനിക്ക് ഈ കർമ്മയിൽ നല്ല വിശ്വാസമുണ്ട്. ചിലപ്പോ ഞാൻ തന്നെ പലരുടെയും കഥയിൽ വില്ലനായേക്കാം. പലരുടെ കഥയിൽ ഞാൻ വില്ലനായേക്കാം. വിജി തന്നെ പലരുടെ കഥയിലും വില്ലത്തിയും ആയേക്കാം. അല്ലേ? ആരാ അവിടെ? എന്റെ മോൻ എണീറ്റ് നോക്കും. സുഗുണപാലൻ. അല്ല, വിജി ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ചിലപ്പോ പലരുടെയെങ്കിലും കഥയിൽ നമ്മള് വില്ലന്മാരും വില്ലത്തികളൊക്കെ ആയിണ്ടാവില്ലേ? ഇല്ലേ? പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ? നമ്മളെ പറ്റിട്ട് ചിലപ്പോ വിജിയുടെ എന്താ പറയാ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഉറക്കം വരണം എനിക്ക്. എന്നാ ഉറങ്ങിക്കോ. ഞാനും ഉറങ്ങട്ടെ. 3 മണി വരെ കുറച്ച് കഷ്ടമാണ്. 3 മണി എഡിറ്റ് ചെയ്യുന്ന ഷൂട്ടിങ്ങിനൊക്കെ എന്നൊക്കെ പറയുമ്പോ എന്റെ പിന്നെ കുറച്ച് നേരത്തെ തീർത്തൂടെ? അത് ശരിയാടാ, ഞാൻ പറയായികല്ല, എനിക്കും തോന്നി തുടങ്ങി. നമ്മളെ ആരോഗ്യാണ് ഈ പോണതില്ലേ. ശരിയാണ്. ഒരു 1 മണി വരെയൊക്കെ ആക്കിക്കൂടെ? ഞാൻ ആക്കണം 100%. ഇന്നിപ്പോ വിജി പറഞ്ഞ കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം. കാരണം ശരിയാണ്, നല്ലൊരു കാര്യം. എന്റെ ഹെൽത്തിന്റെ പ്രോബ്ലം വരാത്തൊരു കാര്യം കൂടിയാണ് ആ പറഞ്ഞത്. ഞാൻ ചിന്തിക്കാം, ഇന്നും കൂടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. ഇനി പണിഷ്മെന്റ് ആയിട്ട് മുരുകന്റെ അടുത്ത് എല്ലാം പാടില്ല, എന്നെ ചാട്ടവാറം കൊണ്ട് അടിക്കും മുരുകൻ സാറ്. ഇനി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോഴേ റീച്ചും കാര്യങ്ങളും കിട്ടാത്ത കുറെ പേർക്കും കൂടെ ചേർത്തിട്ട് ഒരു പാട്ട് ഞാൻ ദൈവത്തിനോട് പറയണായിട്ടുണ്ട്. ഞാൻ സ്വയം ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈശ്വര ഗുരുവായൂരപ്പ, എന്റെ സങ്കട കഥയങ്ങ് കേട്ടിടാണ് ഈശ്വര. ഞാൻ പറഞ്ഞ കണക്ക് കോപ്പിറൈറ്റ് കിട്ടുവോ? കഷ്ടപ്പെട്ട് 5-6 ഷോട്ട് എടുത്ത് അതിൽ നിന്ന് നല്ലത് തെരഞ്ഞെടുത്ത്
എഡിറ്റ് ചെയ്ത് പാട്ട് കൂടെ കൊടുത്ത് അങ്ങനെ ചാനലിൽ അപ്ലോഡ് ചെയ്തു.